ഹായ്, എഗെയിൻ നമ്മൾ ഹിൽഡ റോമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഈ മാച്ചിൽ യൂസ് ചെയ്യണ എക്യുപ്മെൻറ്റ്സ് ലിസ്റ്റ്. ഇതിൽ ഞാൻ ആദ്യം ജംഗ്ലറിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മുടെ ജംഗ്ലർ ഇപ്പോഴും ബേസ് തന്നെയാണ്. AFK ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ജംഗ്ലർ വരുമ്പോൾ എടുക്കാൻ ഈസി ആയിക്കോട്ടെ. ഞാൻ ഇൻ ഗെയിം ടെക്സ്റ്റ് വരെ ചെയ്ത് നോക്കി, പക്ഷെ ആ ജംഗ്ലറിന് ഒരു അനക്കമില്ല. ഒരു മാച്ചിൽ ജംഗ്ലർ സ്ലോ ആകുമ്പോൾ ആ ടീം തന്നെ സ്ലോ ആയി പോകും. നിങ്ങളൊരു ജംഗ്ലർ റോളാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം പുഷ് ചെയ്യാനും ടീമിനെ ക്യാരി ചെയ്യാനും നോക്കണം. ഇതുപോലെ AFK ആയിട്ട് നിൽക്കുമ്പോൾ ഫാമിങ് വൈകും. അത് എനിമീസിന് അഡ്വാൻറ്റേജ് ആയിരിക്കും. എനിക്ക് എന്തായാലും നിന്ന് മതിയായി, അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരെ നോക്കാൻ പോകും. അതെ, അവനിപ്പോൾ അനങ്ങുന്നുണ്ട്. അതെ, ഇവിടെ ഓലസ് ഉണ്ട്. നമുക്ക് കുറച്ച് നേരം അവനെ പോക്ക് ചെയ്യാം. ഓലസ് ലേറ്റ് ഗെയിം മോൺസ്റ്റർ ആണ്, പക്ഷേ ഏർലി ഗെയിം ഭയങ്കര വീക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവനെ തന്നെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങാം. ഇവിടെ കണ്ടോ, എനിമി ടീമിലെ റോം ഇപ്പോഴും ജംഗ്ലറിനെ ഹെൽപ്പ് ചെയ്യാൻ എത്തിയിട്ടില്ല. അത് നമ്മൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഓലസ് ഇപ്പം ലെവൽ 4 ആവും. അവൻ ആ ഒരു ധൈര്യത്തിലാണ് തിരിച്ചു പോകണോ വേണ്ടയോ നോക്കി നിൽക്കണേ. പക്ഷെ അവന് തെറ്റ് പറ്റി, തിരിച്ച് പോയാൽ മതിയായിരുന്നു. ഇപ്പം ഡെഡായി. ഞാൻ ഹെൽഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പുല്ലിൻ്റെ ഇടയിൽ നിന്ന് മാക്സിമം HP റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അധികം റീകോൾ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ടർട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ ടർട്ടിലിൻ്റെ അടുത്ത് പോവാം. ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഫരാമീസിനെ കൊല്ലാനും പറ്റിയില്ല, ഞാനൊരു ട്രാപ്പ് പോയി. എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, മിക്കവാറും ഡെഡാവും. നമ്മളെ വീണ്ടും വന്നിട്ടുണ്ട്. മേലെ ഫൈറ്റ് നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, സിൽവാന ഡെഡായി. ഇനി ഹാർലി മാത്രമേ ഉള്ളൂ. ഹാർലി എസ്കേപ്പ് ആയിട്ടുണ്ട്. സോ നമുക്ക് എനിമി ജംഗ്ലറിൻ്റെ അടുത്ത് പോവാം. മാപ്പിൽ കാണുന്നില്ല, പക്ഷെ മിക്കവാറും ഇവിടെ തന്നെ ഉണ്ടാവും. ദേ കണ്ടില്ലേ? സക്സസ്ഫുള്ളായി കില്ല് ചെയ്തിട്ടുണ്ട്. ഓലസിന് കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു പിന്മാറാനായിട്ട്, പക്ഷെ അവൻ എന്തുകൊണ്ടോ പിന്മാറിയില്ല. അതാണ് അവൻ്റെ മിസ്റ്റേക്ക്. ദേ ഓലസ് പിന്നെ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അവനെ വീണ്ടും പോക്ക് ചെയ്യാം. ഓലസിനെ ഫാം ചെയ്യാൻ ഡിലേ ആക്കുന്നത് നമ്മുടെ ടീമിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. എനിമി ടീമിലെ ടെറസിൽ കുറച്ച് കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നു. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവൻ മാത്രമല്ല കുഴപ്പക്കാരനായിട്ടുള്ള, ഞങ്ങളുടെ ടീമിലെ സിൽവാനയും കുഴപ്പക്കാരിയാണ്. അവൾ കുറേ ഫീഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇത്ര സ്ട്രോങ് ആയത്. മിക്ക റോംസും ഇതുപോലെ മിനിയൻസിനെ ക്ലിയർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവൻ ടീംമേറ്റ്സ് അടുത്തില്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ വീണ്ടും ഓലസ് ഉണ്ട്. വീണ്ടും കൊന്നിട്ടുണ്ട്. I'll carry my faith to the grave. ടർട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടോപ്പിലെ ടെറിസ്ലിയും ടിഗ്രയിലും കൂടി വീണ്ടും പുഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. രണ്ടുപേരെയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഓലസിൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. ഇതേ കണ്ടോ, അവൻ അടുത്ത് തന്നെ ഉണ്ട്. ഓറഞ്ച് ബഫ് വരാനായിട്ടുണ്ട്, അതുകൊണ്ട് അവൻ എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും. ഇതേ ബഫ് വന്നിട്ടുണ്ട്. എൻ്റെ അൾട്ടിമേറ്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് അവനെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഇപ്രാവശ്യം അവന് ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു, അവൻ എസ്കേപ്പായി.
കണ്ടില്ലേ, അവൻ റീകോൾ അടിക്കുന്നുണ്ട്. ഇല്ല, പാവം ഹാർലി അവനെ കൊന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് വേഗം ഇവിടെ സ്കൂട്ടാവാം. ഞാൻ ഇത്ര നേരമായിട്ട് ഗോൾഡ് ലൈനിലേക്ക് പോയിട്ടില്ല കേട്ടോ. പോവാതെ തന്നെ അവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇപ്പം അങ്ങോട്ട് പോയി നോക്കാം. ബ്രോഡി ഇതേ സെക്കൻഡ് ടറക്റ്റ് പുഷ് ചെയ്യാൻ നോക്കുന്നു. സോ അതിൽ നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യാം. ഒരാളെ തീർത്തിട്ടുണ്ട്. ഇനി ബ്രോഡി ആ ടറക്റ്റ് പൊട്ടിച്ചോളും. അയ്യോ, ഇത് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് ഓടി രക്ഷപ്പെടാം. ഹാർലി പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവനെ സപ്പോർട്ട് ചെയ്യാം. ഇതേ ഒരാൾ ഡെഡായി, അടുത്ത ആളും ഡെഡായി. ഇതേ ഇവിടെ ക്യാരി ഉണ്ട്. ടർട്ട് പൊട്ടാനുമായിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ബ്രോഡി ഫൈറ്റിൽ എൻഗേജ് ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ അവൻ റിട്രീറ്റ് ആയി. ടർട്ടിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, നമ്മുടെ ടർട്ടിൽ പോയി. അവിടെ എല്ലാവരെയും വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓലസ് ഉണ്ട്. നമുക്ക് അവനെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അവൻ റിട്രീറ്റായി പോയി, പക്ഷെ വീണ്ടും തിരിച്ചു വന്നത് അവൻ ചെയ്ത തെറ്റ്. Our turret has been destroyed. ഡിഗ്രിയിൽ മിസ്സായി. ദേ ക്യാരി വരുന്നുണ്ട്. അവൾ അറിഞ്ഞുകൊണ്ട് വന്നതാണോ അറിയാതെ വന്നതാണോന്ന് അറിയില്ല. ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഹാർലി അവനെ കൊല്ലുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അവൻ ഞങ്ങളെ രണ്ടുപേരെയും കൊന്നു. ഇത് വീണ്ടും എൻ്റെ ടീം ഡെഡായിട്ടുണ്ട്. നമുക്ക് ഈ പുല്ലിൽ മറിഞ്ഞിരിക്കാം. അവർ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം അടിക്കാം. ഇതേ ഒരാളെ കൊന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വേഗം സ്കൂട്ടാവാം. അങ്ങനെ വീണ്ടും ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ അവളെ ചേസ് ചെയ്ത് പോയി. ഇപ്പൊ ഡെഡുമായി. അങ്ങനെ ഇതേ ലോഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഓലസിനെ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓലസിനിപ്പോൾ ധൈര്യമൊക്കെ വന്നു കേട്ടോ. പക്ഷെ അവൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈൽസ് ഒന്നും ശരിയില്ല. അവൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെയും എംബ്ലംസിൻ്റെയും കുഴപ്പമായിരിക്കും. എൻ്റെ അൾട്ടിമേറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവനെ തീർക്കാം. എൻ്റെ അൾട്ടിമേറ്റ് വരാനായിട്ടുണ്ട്. ഇപ്പം നമുക്ക് അവനെ തീർക്കാം. തീർന്നു.
ദേ ഇവിടെ വീണ്ടും ഒരു മിസ്റ്റേക്ക് പറ്റി. പറാമീസിന് നമ്മളെ അങ്ങോട്ടേക്ക് വലിക്കാൻ പറ്റുന്ന ഞാൻ മറന്നുപോയി. Bring shame upon our ancestors. ഓലസ് എങ്ങനെ പോയാലും എൻ്റെ കയ്യിൽ തന്നെ വന്ന് പെടുണ്ട് കേട്ടോ. Double kill. Only I had the power. Your team destroyed. Gather at the Lord. Initiate retreat. Gather at the Lord. Ha! My axe begs to Launch differ. attack. ദേ ഓലസ് പിന്നെയും ഇവൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ചാവാൻ വേണ്ടി എന്തോ വഴിപാടിലേക്ക് വന്നിരിക്കുക തോന്നുന്നു. Killing spree. Shut down. Enemy double kill. An enemy has been slain. Impressive. Launch attack. Killing. ആ ഇപ്പം എല്ലാവരെയും വൈപ്പ് ചെയ്തിട്ടുണ്ട്. Her strength comes from everything she loves. Ha! ദേ ഓലസ് പിന്നെ എനിക്ക് മതിയായി. Stop the blast. Destroyed. Impressive. Double kill. Team destroyed the turret. ഇനി എന്തായാലും കളി തീർന്നു. നമ്മൾ എന്തായാലും ജയിക്കും. Mega kill. An enemy has been slain. Victory! Fight for the ultimate answer.